ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ആദ്യത്തെ ക്രിസ്മസ് രാത്രിയിൽ ദേവദൂതന്മാർ ആലപിച്ച മനോഹരമായ ഗാനം. തൻ്റെ ഏകജാത നൽകുവാൻ തക്കവിധം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവം കരുണയോടെ ഭൂമിയെ ഹൃദയപൂർവ്വം തൊട്ടതിൻ്റെ ഓർമ്മദിനം ക്രിസ്തുമസ്. ദൈവം ലോകത്തോട് ഹൃദയം തുറന്ന് സ്നേഹത്തെക്കുറിച്ച്, കരുണയെക്കുറിച്ച് സംസാരിക്കുന്ന അവസരം. ക്രിസ്തുമസ് രാത്രിയുടെ വിശുദ്ധിയും പുണ്യം കലർന്ന കുളിരും പുൽക്കൂട് പകരുന്ന ആത്മീയതയുടെ ചൂടും നുകർന്ന് നമുക്ക് ക്രിസ്തുമസ് ആഘോഷിക്കാം. എല്ലാവർക്കും ഈ അനുഗ്രഹ ദിനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ നേരുന്നു. ആകാശത്തിലൂടെ പറന്നു പോകുന്ന വിമാനം കണ്ട് 2 വയസ്സുകാരൻ കുഞ്ഞ് അപ്പനോട് ചോദിക്കുകയാണ്, അതെന്താണ് ആകാശത്തിലൂടെ പോകുന്നത്? അപ്പൻ കുഞ്ഞിനെ പറഞ്ഞു കൊടുക്കുകയാണ്, അതാണ് വിമാനം. മനുഷ്യർക്ക് ഏറ്റവും എളുപ്പത്തിൽ യാത്ര ചെയ്യുവാനുള്ള വാഹനം. അപ്പോൾ കുഞ്ഞിന് വീണ്ടും ഒരു സംശയം, ആകാശത്തിലൂടെ പറന്നു പോകുന്ന വിമാനത്തിൽ താഴെ നിൽക്കുന്ന നമ്മൾ എങ്ങനെയാണ് കയറുക? അപ്പൻ്റെ മറുപടി, മോനെ, ആളുകളെ മുകളിലേക്ക് കൊണ്ടുപോകുവാൻ വിമാനം താഴേക്ക് വരും. ഇതുപോലെ മണ്ണിലുള്ള മനുഷ്യനെ വിണ്ണിലേക്ക് ഉയർത്തുവാൻ, മനുഷ്യനെ ദൈവികതയിലേക്ക് ഉയർത്തുവാൻ ദൈവം മനുഷ്യനായി. ക്രിസ്തുമസിന്റെ സന്ദേശം മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങുവാൻ മനസ്സുള്ളവനാണ് മറ്റുള്ളവരെ ദൈവികതയിലേക്ക് ഉയർത്തുന്നത്. സ്നേഹമുള്ളവരെ, ഓരോ ക്രിസ്തുമസും പുതിയ ഒരു ഉണർവും പുതുജീവനും നമ്മിൽ ഉളവാക്കണം. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നന്മയിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും ജീവിക്കാൻ ആഗ്രഹിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുന്ന മനസ്സ്, ഇത് ഇന്ന് പലപ്പോഴും പലർക്കും നഷ്ടപ്പെടുകയാണ്. അതിനാൽ തന്നെ ദൈവദർശനമില്ല, ദൈവികതയിലേക്ക് ഉയരുവാനും സാധിക്കുന്നില്ല. ഇത് സാധ്യമാകണമെങ്കിൽ കാലിത്തൊഴുത്തിൽ പിറന്നവനെ കാണുവാൻ കഴിയണം. ഇതിന് നമ്മൾ എളിമയുടെ തലത്തിലേക്ക് കടന്നു വരണം. ബെത്ലഹേമിലേക്ക് പോകാതെ നമുക്ക് ദൈവദർശനം സാധ്യമല്ല. ബെത്ലഹേം ഒത്തിരി പരിമിതികളുള്ള സ്ഥലമാണെങ്കിലും അവിടെ ദൈവസാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പരാതികൾ നമ്മൾ അവിടെ കാണുന്നില്ല. കുട്ടികളുടെ ഒരു ക്രിസ്മസ് പ്രോഗ്രാം നടക്കുകയാണ്. വലിയ കഴിവില്ലാത്ത പാവം ഒരു കുട്ടിക്ക് ഒരു ചെറിയ വേഷം, സത്രം സൂക്ഷിപ്പുകാരന്റെ വേഷമാണ് നൽകിയിരിക്കുന്നത്. അവന് ഒരേ ഒരു സംഭാഷണം മാത്രം, ഇവിടെ സ്ഥലമില്ല. അവൻ ഇത്രമാത്രം പറഞ്ഞാൽ മതി. ക്രിസ്മസ് പ്രോഗ്രാം തുടങ്ങി. മാതാവും യേശുപിതാവും സത്രത്തിന്റെ വാതിൽക്കൽ വന്ന് മുട്ടി, ഇത്തിരി ഇടം തരുമോ എന്ന് ചോദിക്കുന്നു. കുട്ടി ഡയലോഗ് പറയുന്നില്ല, വീണ്ടും ചോദിക്കുന്നു. അവന് ഈ ചോദ്യം കേട്ടിട്ട് സങ്കടമായി. എന്ത് പറയണം എന്നറിയാതെ അവനിങ്ങനെ നിൽക്കുകയാണ്. അധ്യാപകർ പറയുവാനായിട്ട് ആംഗ്യം കാണിക്കുന്നു, അവൻ ഒന്നും പറയുന്നില്ല. പിന്നീട് അവൻ പറയുകയാണ്, ഇവിടെ സ്ഥലമില്ല, നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം, അവിടെ സ്ഥലമുണ്ട്. ഈ സംഭവം വലിയൊരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. ഈ ക്രിസ്മസ് ദിനത്തിൽ ഈ സന്ദേശം നമുക്കും ഉൾക്കൊള്ളാം. യേശുവിന് കൊടുക്കുവാൻ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഹൃദയത്തിൽ ഇടമുണ്ടോ? എൻ്റെ ഹൃദയം വെറുമൊരു സത്രമാകരുത്. സത്രം താൽക്കാലികമായ ഒരു വാസസ്ഥലമാണ്. എൻ്റെ ഹൃദയം എന്നേക്കും വസിക്കുവാനുള്ള ഭവനമാകണം. ഈ ക്രിസ്മസ് നമ്മിൽ പുതിയ ഉണർവും പുതുജീവനും പകരട്ടെ. ക്രിസ്തുവാകുന്ന പ്രകാശത്തെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും അങ്ങനെ ദൈവികതയിലേക്ക് ഉയർന്ന് ആ പ്രകാശത്തെ ആഗിരണം ചെയ്ത് സ്വയം പ്രകാശമായി മാറി അനേകർക്ക് നന്മയുടെ, സ്നേഹത്തിന്റെ, വിശ്വാസത്തിന്റെ, വിശുദ്ധിയുടെ പ്രകാശമായ നമ്മുടെ ജീവിതങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി മാറട്ടെ. പുൽക്കൂട്ടിൽ പിറന്ന ഈശോയ്ക്ക് നമ്മുടെ ഹൃദയത്തിലും ജന്മം നൽകാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ നേർന്നുകൊണ്ട് ഈശോയിൽ സ്വന്തം നിങ്ങളുടെ സജീവച്ചൻ.